അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ റേ ഡയഗ്രാംസ് വരയ്ക്കാനുള്ള 4 റൂൾസിനെ പറ്റിയാണ് സംസാരിക്കാം. അപ്പോൾ ഈ 4 റൂൾസ് പഠിച്ചു കഴിഞ്ഞാൽ കോൺകേവ് മിറർ ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെങ്കിലും ഈസി ആയിട്ട് നമുക്ക് റേ ഡയഗ്രാംസ് വരയ്ക്കാൻ പറ്റും. അപ്പോൾ ഈ റൂൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുന്നേ ഞാനൊരു കോൺകേവ് മിറർ വരയ്ക്കാം. ഇതാണ് എൻ്റെ കോൺകേവ് മിറർ. ഇതിൻ്റെ റിഫ്ലക്റ്റീവ് സർഫസ് എന്ന് പറയുന്നത് ഈ ഉള്ളിൽ കാണുന്നതാണ്. ഇതാണ് റിഫ്ലക്റ്റീവ് സർഫസ്. അത് ഉള്ളിലേക്ക് ചരിഞ്ഞിട്ടാണ് ഇരിക്കുക. അപ്പോൾ ഞാനൊരു പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കാം. ഇതാണ് പ്രിൻസിപ്പൽ ആക്സിസ്, ഇതാണ് ഫോക്കൽ പോയിൻ്റ്. അത് മിററിൻ്റെ ഫ്രണ്ട് സൈഡിലാണുള്ളത്. ഇതാണ് റിഫ്ലക്റ്റീവ് സർഫസ്, അതുകൊണ്ട് ഇതാണ് ഫ്രണ്ട് സൈഡ്, ഇതാണ് ബാക്ക് സൈഡ്. പ്രിൻസിപ്പൽ ഫോക്കസ് ഉള്ളത് ഈ മിററിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ടാണ്. മോസ്റ്റ് കേസസ് ഒരു ലൈറ്റ് റേ വന്നു കഴിഞ്ഞാൽ അത് പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെ അടുത്തേക്കായിരിക്കും പോവുക. ഓക്കെ, അതുകൊണ്ടാണ് അതിനെ കൺവേർജിങ് മിറർ എന്ന് പറയാം. ഇനിയും ഒരു കോൺവെക്സ് മിറർ എടുത്തു കഴിഞ്ഞാൽ ഒരു കോൺവെക്സ് മിറർ വരയ്ക്കാം. ഇതാണ് റിഫ്ലക്റ്റീവ് സർഫസ്. അപ്പോൾ അതുകൊണ്ട് ഇത് ഫ്രണ്ട് സൈഡും ഇത് ബാക്ക് സൈഡും. കോൺവെക്സ് മിററിന് ഇപ്പോൾ ഇവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സർക്കിൾ കിട്ടും. അതിനൊരു സെൻറ്റർ ഉണ്ട്, പിന്നെ ഒരു ഫോക്കൽ പോയിൻ്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസ് ഉണ്ട്. അത് ഈ മിററിൻ്റെ ബാക്ക് സൈഡിലായിരിക്കും ഉണ്ടാവുക. ദിസ് ഈസ് കോൺവെക്സ്, ദിസ് ഈസ് കോൺകേവ്. ഓക്കെ, ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ടായിരിക്കും ഫോക്കൽ പോയിൻ്റ് ഉള്ളത് കോൺവെക്സിൻ്റെ. അപ്പോൾ ഒരു ലൈറ്റ് റേ വന്നു കഴിഞ്ഞാൽ പ്രിൻസിപ്പൽ ഫോക്കസിന് പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഫോക്കൽ പോയിന്റിൽ നിന്ന് ദൂരേക്കായിരിക്കും പോവുക. ഓക്കെ, ഈ റേ നമുക്ക് ഫോക്കൽ പോയിന്റിൽ നിന്ന് വരുന്ന പോലെ തോന്നും, പക്ഷെ അത് ദൂരേക്കായിരിക്കും പോവുക. അപ്പോൾ ഇത് കാരണം ഈ മിറേഴ്സിന് നമ്മൾ വേറൊരു പേരിട്ട് വിളിക്കും. കോൺകേവ് മിററിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കൺവേർജിങ് മിറർ. ലൈറ്റ് റേസിനെ ഫോക്കൽ പോയിൻ്റ് അടുത്തേക്ക് കൺവേർജ് ചെയ്യും. ഇനി കോൺവെക്സ് മിറർ ആണെങ്കിൽ ഡൈവേർജിങ്. ഇതിൽ ലൈറ്റ് റേസ് പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്നും അല്ലെങ്കിൽ പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്നും ദൂരേക്കായിരിക്കും പോവുക മോസ്റ്റ് കേസസ്. അപ്പോൾ അത് കാരണം അതിനെ ഡൈവേർജിങ് മിറർ എന്നാണ് വിളിക്കുക. അപ്പോൾ ഇനി നമുക്ക് 4 റൂൾസ് നോക്കാം. റൂൾ നമ്പർ 1 നേരത്തെ പറഞ്ഞത് തന്നെയാണ്. ഇതാണ് എൻ്റെ ഇൻസിഡൻറ്റ് റേ. ഇത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ടാണ് വന്നിരിക്കുക. റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് ഈ ലൈറ്റ് റേ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നു പോകും. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ റൂൾ. ഓക്കെ, ഒരു ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് ആ ലൈറ്റ് റേ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ പോകും. ഇനി റൂൾ നമ്പർ 2 എന്ന് പറയുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ്. റൂൾ നമ്പർ 2, ഒരു ലൈറ്റ് റേ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നു വരികയാണെങ്കിൽ, ഒരു ഇൻസിഡൻറ്റ് റേ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെയാണ് കടന്നു വന്നിട്ടുള്ളതെങ്കിൽ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് ഈ ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കടന്നു പോകും. അപ്പോൾ ഇതാണ് റൂൾ നമ്പർ 2. ഇത് ഒന്നാമത്തെ റൂളിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ്. പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെ 2 റൂൾസ് കഴിഞ്ഞു. പിന്നെ ഈ മൂന്നാമത്തെ റൂളിൽ നമ്മൾ ഒരു ലൈറ്റ് റേ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക എന്നുള്ളതാണ് നോക്കുക. അപ്പോൾ ഇതാണ് റൂൾ നമ്പർ 3. ഈ ഇൻസിഡൻറ്റ് റേ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെയാണ് കടന്നു വരിക. അങ്ങനെയാണെങ്കിൽ ഈ ലൈറ്റ് റേ ഒരു 180 ഡിഗ്രി ടേൺ എടുത്തിട്ട് അത് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ തന്നെ തിരിച്ചു പോകും. അതേ പാത്തായിരിക്കും ഫോളോ ചെയ്യുക, പക്ഷേ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ഇതാണ് റൂൾ നമ്പർ 3. ഒരു ലൈറ്റ് റേ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ കടന്നു വന്നു കഴിഞ്ഞാൽ റിഫ്ലക്ഷന് ശേഷം സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. റൂൾ നമ്പർ 4, അപ്പോൾ ഒരു ഇൻസിഡൻറ്റ് റേ നേരെ പോളിലാണ് വന്ന് വീഴുന്നതെങ്കിൽ അതേ ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ലോ ഓഫ് റിഫ്ലക്ഷൻ തന്നെയാണ്. ഇൻഫാക്ട് ലോ ഓഫ് റിഫ്ലക്ഷൻ ഈ എല്ലാ റൂൾസിലും ആപ്ലിക്കബിൾ ആണ്. പക്ഷേ ഇതിൽ നമുക്ക് കുറച്ചുകൂടെ കാണാൻ പറ്റുമെന്നുള്ളൂ. ഈ ആംഗിൾ എന്ന് പറയുന്നത് ഇൻസിഡൻറ്റ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണ്. ഇതാണ് ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ I ഈക്വൽസ് R. ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ നമുക്കിതിനെ തീറ്റ എന്ന് വിളിക്കാം. രണ്ടും ഈക്വൽ ആയതുകൊണ്ട് രണ്ടിനെ നമുക്ക് തീറ്റ എന്ന് വിളിക്കാം. അപ്പോൾ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് ഈ ഒരു ആംഗിളായിട്ട് ഈക്വൽ ആയിരിക്കും. ഇതാണ് റൂൾ നമ്പർ 4. ഒരു ലൈറ്റ് റേ നേരെ പോളിലാണ് വന്ന് വീഴുന്നതെങ്കിൽ റിഫ്ലക്ഷന് ശേഷം ആ ലൈറ്റ് റേ അതേ ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. അപ്പോൾ ഇത് നമ്മൾ കോൺകേവ് മിററിൻ്റെ കേസാണ് പറഞ്ഞത്. ഇനി കോൺവെക്സ് മിറർ ആകുമ്പോൾ ഇതിൽ ചെറിയ വ്യത്യാസമുണ്ട്. നമുക്ക് തിരിച്ച് വീണ്ടും റൂൾ നമ്പർ 1 പോകാം. എന്നിട്ട് കോൺവെക്സ് മിറർ ആണെങ്കിൽ എന്ത് വ്യത്യാസമാണ് വരാമെന്ന് നോക്കാം. അപ്പോൾ ഇത് കോൺകേവ് മിററിൻ്റെ കേസാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. ഇനി നമുക്ക് കോൺവെക്സിൻ്റെ കേസിൽ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ടാണ് ഇൻസിഡൻറ്റ് ലൈറ്റ് റേ വരിക. എപ്പോഴും ഇൻസിഡൻറ്റ് ലൈറ്റ് റേ മിററിൻ്റെ ഫ്രണ്ട് സൈഡിൽ കൂടെ ആയിരിക്കും വരിക. ഇവിടെ ഒരു വൈ ആക്സിസ് വരയ്ക്കാം. ഒരു ലൈറ്റ് റേ കോൺവെക്സ് മിററിൻ്റെ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഡൈവേർജ് ചെയ്ത് പോകും. എങ്ങനെയായിരിക്കും ഡൈവേർജ് ചെയ്യുക? അപ്പോൾ ഈ റിഫ്ലക്റ്റഡ് ലൈറ്റ് റേ കോൺവെക്സ് മിററിൻ്റെ പുറകിലുള്ള ഫോക്കൽ പോയിന്റിൽ നിന്ന് വരുന്നതായിട്ടായിരിക്കും നമുക്ക് തോന്നുക. ആ ഒരു ഡയറക്ഷനിലായിരിക്കും ഇത് ഡൈവേർജ് ചെയ്ത് പോവുക. ഓക്കെ, അതാണ് റൂൾ നമ്പർ 1. വെരി സിമിലർ ടു കോൺകേവ് മിറർ. ഇതിൻ്റെ ഫോക്കൽ പോയിന്റ് പുറകിലാണ് ആയതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വരയ്ക്കേണ്ടി വന്നത്. അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇനി റൂൾ നമ്പർ 2, ഒരു ഇൻസിഡൻറ്റ് ലൈറ്റ് റേ പ്രിൻസിപ്പൽ ഫോക്കസിൻ്റെ ഡയറക്ഷനിലാണ് കടന്നു വരുന്നതെങ്കിൽ
റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് റേ നമുക്ക് പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നു പോകുന്നതായിട്ട് തോന്നും. ശരിക്കും അങ്ങോട്ട് പോകാൻ പറ്റില്ല, കാരണം മിററിൻ്റെ ബാക്ക് സൈഡാണത്. അവിടെ വെച്ചിട്ട് റിഫ്ലക്ഷൻ നടക്കും, അതുകൊണ്ട് ഈ ലൈറ്റ് റേ പുറയിലേക്ക് കടന്നു പോകില്ല. പക്ഷേ നമ്മളൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് റേ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ കടന്നു പോകും. അങ്ങനെയാണെങ്കിൽ ഈ ലൈറ്റ് റേ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കടന്നു പോകും. അപ്പോൾ ഇതാണ് റൂൾ നമ്പർ 2. കോൺകേവ് മിറർ ആണെങ്കിൽ ഫോക്കസിൽ കൂടെ കടന്നു വരുന്നു, പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്നു. ഇനി കോൺവെക്സ് മിറർ ആണെങ്കിൽ ഫോക്കസിലേക്ക് കടന്നു വരുന്നു, പക്ഷേ ഫോക്കസിൽ എത്താൻ പറ്റില്ല മിറർ ഉള്ളതുകൊണ്ട് റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കടന്നു പോകും. ഓക്കെ, റൂൾ നമ്പർ 3. അപ്പോൾ ഇതാണ് എൻ്റെ ഇൻസിഡൻറ്റ് ലൈറ്റ് റേ. അപ്പോൾ ഈ ലൈറ്റ് റേ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ലൈറ്റ് റേ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ ആയിരിക്കും കടന്നു പോവുക. അങ്ങനെയാണെങ്കിൽ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് അതേ പാത്തിൽ കൂടെ തന്നെ ഈ ലൈറ്റ് റേ കടന്നു പോകും. ഇതാണ് റൂൾ നമ്പർ 3. ഇനി റൂൾ നമ്പർ 4. ഒരു ലൈറ്റ് റേ കോൺവെക്സ് മിററിൻ്റെ പോളിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതേ ആംഗിളിൽ തന്നെ അത് റിഫ്ലക്റ്റ് ചെയ്ത് പോകും. കോൺകേവ് മിറർ പോലെ തന്നെയാണ്, ഈ 2 ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇതൊക്കെയാണ് റേ ഡയഗ്രാംസ് വരയ്ക്കാനുള്ള 4 റൂൾസ്. അപ്പോൾ ഒന്നുകൂടി പറയാം. റൂൾ നമ്പർ 1. കോൺകേവ് മിററിൻ്റെ കേസിൽ ഒരു ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് അത് പ്രിൻസിപ്പൽ ഫോക്കസ് വഴി കടന്നു പോകും. ഇനി നമുക്ക് കോൺവെക്സിൻ്റെ കേസിൽ ഒരു ലൈറ്റ് റേ പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് കടന്നു വന്നു കഴിഞ്ഞാൽ അത് റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് ഈ ലൈറ്റ് റേ പ്രിൻസിപ്പൽ ഫോക്കസിൽ നിന്നും വരുന്ന ഡയറക്ഷനിൽ റിഫ്ലക്റ്റ് ചെയ്ത് പോകും. ഇനി റൂൾ നമ്പർ 2. കോൺകേവ് മിററിൻ്റെ കേസിൽ പ്രിൻസിപ്പൽ ഫോക്കസിൽ കൂടെ ഒരു ലൈറ്റ് റേ കടന്നു വരികയാണെങ്കിൽ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് അത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കടന്നു പോകും. റൂൾ നമ്പർ 1ൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഇനി കോൺവെക്സ് മിററിൻ്റെ കേസിൽ ഒരു ലൈറ്റ് റേ പ്രിൻസിപ്പൽ ഫോക്കസിലേക്കാണ് വരുന്നതെങ്കിൽ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് അത് പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് കടന്നു പോകും. ഇനി റൂൾ നമ്പർ 3. കോൺകേവ് മിററിൻ്റെ കേസിൽ ഒരു ലൈറ്റ് റേ സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ കടന്നു വരികയാണെങ്കിൽ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് അത് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ തന്നെ കടന്നു പോകും. ഈ കോൺവെക്സ് മിററിൻ്റെ കേസിൽ സെയിം, ഒരു ലൈറ്റ് റേ സെൻറ്റർ ഓഫ് കർവേച്ചറിൻ്റെ ഡയറക്ഷനിലാണ് കടന്നു വരുന്നതെങ്കിൽ അപ്പോൾ ഇതൊന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ ഇത് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ പോകും. അങ്ങനെയാണെങ്കിൽ ഈ ലൈറ്റ് റേ റിഫ്ലക്ഷൻ കഴിഞ്ഞിട്ട് സെൻറ്റർ ഓഫ് കർവേച്ചറിൽ കൂടെ തന്നെ തിരിച്ചു പോകും. ഇനി റൂൾ നമ്പർ 4. ഒരു ലൈറ്റ് റേ മിററിൻ്റെ പോളിൽ വന്നിട്ട് ഇൻസിഡൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ലൈറ്റ് റേ അതേ ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്തു പോകും. അപ്പോൾ ഇതൊരു 30 ഡിഗ്രീസ് ആണെങ്കിൽ ഈ ആംഗിളും 30 ഡിഗ്രീസ് ആയിരിക്കും. കോൺവെക്സ് മിററിൻ്റെ കേസും സെയിം ആണ്. ഒരു ലൈറ്റ് റേ മിററിൻ്റെ പോളിൽ, കോൺവെക്സ് മിററിൻ്റെ പോളിൽ വന്ന് ഇൻസിഡൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതേ ആംഗിളിൽ റിഫ്ലക്റ്റ് ചെയ്തു പോകും. ഈ ആംഗിളും ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഈ 4 റൂൾസ് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കോൺകേവ് മിററിൻ്റെയും കോൺവെക്സ് മിററിൻ്റെയും റേ ഡയഗ്രാംസ് വരയ്ക്കാം.